അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വിഭവമെന്ന് വെച്ചാൽ തീയലാണ്. ഉരുളക്കിഴങ്ങ് തീയൽ. തീയലെന്ന് പറയുമ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്. അത് ഉള്ളിത്തീയലാക്കും, പാവക്ക തീയൽ വെക്കും, പിന്നെ ഉരുളനും സവാളയും വഴുതനങ്ങ എല്ലാം കൂടി ഇട്ടൊരു തീയലാക്കും. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഉരുളക്കിഴങ്ങും സവാളയും. കൊച്ചുള്ളിയാണ് ഇത്തിരി ടേസ്റ്റ്. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സവാളയും ഉരുളക്കിഴങ്ങും കൂടി ഇട്ടൊരു തീയലാണ്, വറുത്തരച്ച് വെക്കുന്ന തീയൽ. അത് നമ്മുടെ ഈ ഹോട്ടലിൽ നാടൻ ഭക്ഷണശാലയിൽ വളരെ പ്രധാനപ്പെട്ടൊരു വിഭവമാണ്. ഇപ്പം നമ്മൾ ഇതിനായിട്ട് 4 കിലോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 4 കിലോ ഉരുളക്കിഴങ്ങിന് ഒരു 1/4 കിലോ സവാള നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ ചെരിച്ച് വേണം അരിയാനായിട്ട്. ഇത് ചെരിച്ച് കനം കൂട്ടി അരിഞ്ഞില്ലെങ്കിൽ ഇത് നല്ലോണം കുഴഞ്ഞു പോകും. ആദ്യം ഇത് വെന്ത് കുഴഞ്ഞു പോകും. അതിനായിട്ട് ഇത് വിട്ട് വേണം കിടക്കാൻ. വളരെ ടേസ്റ്റിയുള്ള ഒരു വിഭവമാണ്. നിങ്ങളിതെല്ലാവരും വെച്ച് നോക്കും. എല്ലാവരും എൻ്റെ ഈ ഇത് ചെയ്യുന്നത് കണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാനിത് അരിഞ്ഞ് നമുക്ക് ഇവിടെ ഹോട്ടലിൽ വീട്ടിലൊക്കെ ആകുമ്പോൾ നമുക്കൊരു 1/2 കിലോ ഉരുളക്കിഴങ്ങ് ഒരു സവാള മതി. ഒരു മീഡിയം സവാളയിലും മതി. ഇതിപ്പോൾ നമ്മൾ 4 കിലോ ഉരുളക്കിഴങ്ങിനാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഇത് നമ്മൾ ഇത്ര ഒരു വലിയൊരു ഉരുളിയിലിട്ടാക്കാണ്ടാണ് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഇടുന്നത്. നമ്മളത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ പയ്യൻ നമുക്കിത് സഹായിച്ച് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഹോട്ടലിലായതുകൊണ്ട് നമുക്കിത് സാവധാനം ചെയ്യാൻ പറ്റിയല്ല. നമുക്കെല്ലാം എല്ലാ സ്പീഡിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നേരത്തെ തന്നെ ഇതൊക്കെ അരിഞ്ഞ് തയ്യാറാക്കി നമ്മുടെ കുട്ടികൾ വെച്ചിട്ടുണ്ട്. അവരെനിക്ക് വളരെ സപ്പോർട്ടാണ്. എല്ലാ കാര്യത്തിനും എന്നോടൊപ്പം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനായിട്ട് ഒരു 10 പച്ചമുളക്. ഈ പച്ചമുളകിൻ്റെ ഞെട്ട് നമ്മൾ നന്നായിട്ടിട്ട് നടുവേ കീറി ഇടണം. എന്നാലേ ആ പച്ചമുളകിൻ്റെ ആ ഒരു രുചിയും എരിവും ഒക്കെ വരുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റിയാണ് ഈ ഫുഡ്. നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നോൺ വെജ് കഴിക്കുന്നവർക്ക് ഏറ്റവും ഇഷ്ടമാകുന്ന ഒരു വിഭവമാണ് ഉരുളക്കിഴങ്ങ് തീയൽ. ഇടയ്ക്ക് നമുക്ക് ഉള്ളിത്തീയൽ ഉണ്ടാക്കാം. ഇതിപ്പോൾ നമ്മളിവിടെ ഉരുളക്കിഴങ്ങ് തീയലാണ് വെക്കുന്നത്. അതിനായിട്ട് പച്ചമുളക് ഇട്ട് ഇനി സവാള ഒരു 1/2 കിലോ സവാളയാണ് നമ്മളിതിനകത്ത് ഇത് ചെയ്യുന്നത്. സവാള ഇവിടെ നമ്മുടെ കുട്ടികൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് കരിവേപ്പില നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്ത് വേണ്ടത് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണും മഞ്ഞൾപ്പൊടി. ഇനി ഇതിലോട്ട് വേണ്ടത് ഉപ്പ്, ഒരു 2 സ്പൂണ് ഉപ്പ്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം, ഒരു 2 കപ്പ് വെള്ളം ഇതിനകത്തോട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കണം. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി പച്ചമുളകും കരിവേപ്പിലയും സവാളയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിങ്ങനെ നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചത്. ഇനി നമുക്കിത് അടപ്പയിലോട്ട് വെക്കാം. ഇതിപ്പോൾ അടപ്പേ വെച്ച് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിപ്പോൾ അടപ്പയിലോട്ട് വെക്കാൻ പോവുകയാണ്.
വെച്ച് വേണം വേവിക്കാൻ. ഇത് തിളച്ച് കഴിയുമ്പോൾ തീ വളരെ കുറച്ച് സ്ലിമ്മിലിടണം നമ്മൾ തീ, അല്ലെങ്കിൽ അത് വെന്ത് കുഴഞ്ഞു പോയാൽ കൊള്ളില്ല. എപ്പോഴും തീയിൽ വെക്കുമ്പോൾ നമ്മൾ വിട്ട് നല്ല ഇതിൽ വേണം കിടക്കാൻ, എന്നാലും ആ ഒരു ടേസ്റ്റ് വരുന്നത്. നമുക്ക് ഇതിനായിട്ട് തേങ്ങ വറുക്കാം. ഒരു 1.5 തേങ്ങ നമ്മൾ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ആ തേങ്ങ ഒന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ വേഗം ആ തേങ്ങ നമുക്ക് വറുത്ത് കിട്ടും. അല്ലെങ്കിൽ അത് താമസം വരും. വലിയ പീസുകളാണെങ്കിൽ അതൊന്ന് പൊടിച്ച് കഴിഞ്ഞാൽ ചെറിയ പീസായിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് അധികം എണ്ണയിലിട്ട് വറക്കേണ്ട അധികം എണ്ണ ആവശ്യമില്ല. അതാണ് നമ്മളിത് ഇങ്ങനെ പൊടിച്ച് വെക്കുന്നത്. നമ്മളിതിനകത്തോട്ട് ചട്ടി ചൂടായി കഴിഞ്ഞ് ഈ തേങ്ങ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. നല്ലവണ്ണം വെള്ളം വറ്റും. നമ്മൾ ആദ്യം എണ്ണ ഒഴിക്കരുത്. തേങ്ങ വറുക്കാനിട്ട് ആദ്യം നമ്മൾ എണ്ണ ഒഴിക്കരുത്. എണ്ണ ഒഴിക്കാതെ ചട്ടി ചൂടായതിന് ശേഷം ഈ തേങ്ങ ആ വെള്ളം വലിയുന്നവരെ ഒന്നിട്ട് ഇളക്കണം. എപ്പോഴും തേങ്ങ വറുക്കുമ്പോൾ തീ കുറച്ച് വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. കരിയരുത്. ചീഫ് ഷെഫ് ലേഖ മാഡത്തിന് അറിയാമോ? തേങ്ങ ഇപ്പതേ ചൂടാറി. ഇനി നമ്മളിത് വെള്ളം തൊടാം. ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഒഴിക്കുന്നില്ല. ആ വെളിച്ചെണ്ണയുടെ അകത്ത് തന്നെയാണ് നമ്മൾ അരക്കുന്നത്. ഇത് ഇനി നമ്മളിപ്പോൾ ഒന്ന് അരച്ചുകൊണ്ട് വെക്കാം. കല്ലേട്ട് പഴയ കാലത്ത് നമ്മൾ പണ്ടൊക്കെ നേരത്തെയൊക്കെ നമ്മൾ അമ്മിക്കല്ലേട്ട് അരക്കണം. അമ്മിക്കല്ലേട്ട് അരക്കുകയാണ് ഏറ്റവും ടേസ്റ്റ്. ഇപ്പോൾ എല്ലാവരും മിക്സിയിലൊക്കെ ചെയ്തിട്ട് ഞാനിത് അരച്ചുകൊണ്ട് വെക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അരക്കണ്ട നല്ല എണ്ണ പോലെ കിടക്കണം. ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കത്തില്ല. ഉരുളക്കിഴങ്ങ് ഏകദേശം വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നല്ലോണം വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് അതിനകത്തോട്ട് നമുക്ക് ഈ അരപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം.
ഇതിനകത്തോട്ട് കടുക് വറുത്തൊഴിക്കണം. അതിന് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓൾറെഡി നമ്മൾ തേങ്ങ വെളിച്ചെണ്ണയിടത്ത് വറുത്തേക്കണം. അധികം എണ്ണ വേണ്ട, എന്നാലും ഒരു 2.5 കയ്യിലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തായിട്ട് ആവശ്യമുള്ള കൊല്ലമുളക് ഒന്ന് 2ആയിട്ട് നമ്മൾ ഒടിക്കണമെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഒടിച്ചിടുമ്പോൾ ആ എരിവും പുളിയും ഉപ്പും ഒക്കെ ചേരും. അതുവഴി നമ്മൾ ഇടരുത്, പിന്നെ പൊട്ടിത്തരും. പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ചെറു ചൂടുവെള്ളത്തിൽ വേണം ഇടാം, അപ്പോൾ നല്ലോണം അത് കുതിരും. അപ്പോൾ പുളിയുടെ വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ച് കടുക് വറുത്ത് കൊല്ലമുളകും സവാളയും കരിവേപ്പിലയും എല്ലാം കൂടി നല്ലോണം വാടിയിട്ടുണ്ട്. ഇത് കണ്ട. ഇനി ഇതിനകത്തോട്ട് നല്ലൊരു ഭംഗിക്ക് വേണ്ടി ഒരു ലേശം ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി നമ്മളങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ എണ്ണയൊക്കെ അന്നേരം നല്ലോണം തെളിഞ്ഞ് നിൽക്കും. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്, നല്ല മണമാണ്. നമുക്ക് ഈ കറിയുണ്ട് നമുക്ക് ഒരുപാട് ചോറ് തിന്നാം. എനിക്ക് വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ് തീയൽ. എല്ലാ തീയലും, ഉള്ളി തീയൽ, പാവക്കാ തീയൽ, ചേന തീയൽ, എല്ലാ തീയലും വളരെ ഇഷ്ടമാണ്. നമ്മളിത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. കടുക് വറുത്ത് കറി നല്ലത് ഒരു 1/2 സ്പൂൺ പഞ്ചസാര ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. എന്നാലും ആ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. കറി കാണാൻ തന്നെ നല്ല കറി കണ്ടാൽ തന്നെ എല്ലാവരും ചോറും. ഇവിടെ നാടൻ ഭക്ഷണശാലയിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു നല്ലൊരു വിഭവമാണ് ഉരുളക്കിഴങ്ങ് തീയൽ. ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ഞങ്ങളുടെ കസ്റ്റമറിനൊക്കെ വളരെ ഇഷ്ടമാണ്. ചേച്ചിയുടെ ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ ആഴ്ചയിൽ ഒരു ദിവസങ്ങൾ ഞങ്ങൾ ഈ വിഭവം ഉണ്ടാക്കും. വേറൊരു പാത്രത്തിലോട്ട് വെള്ളം ഒട്ടും ഉണ്ടാകരുത് കേട്ടോ, നല്ല ഉണങ്ങിയ പാത്രമായിരിക്കണം. ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഈ ഗ്രേവി കറി നമ്മൾ പകർത്തിയണേ. നല്ല തിക്കായിട്ടിരിക്കണേ. അല്ല ഇത്രയും ഈ ലൂസ് മതി, അധികം ലൂസായി പോയാൽ കൊള്ളിയല്ല. നല്ല തിക്കായിട്ടിരിക്കുന്ന ഗ്രേവിയാണിത്. നമ്മളിത് ഒഴിച്ചു കൂട്ടുന്ന കറിയല്ല ശരിക്കും. അപ്പോൾ അത് കാരണം നമുക്കധികം ലൂസാക്കരുത്, തിക്കുള്ള ഗ്രേവി ആയിരിക്കണം. ഇത് കണ്ട നോക്കിയേ, കറി നോക്കിയേ, നല്ല കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്.
മാറ്റി വെക്കാം. ഇത് നല്ലോണം പാടില്ലെങ്കിൽ എണ്ണ തന്നെ. ഇത് വാടുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കറി വേറൊരു പാത്രത്തിൽ മാറ്റാം. ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.